ഹെക്സെന്റിന്റെ പുതിയ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സീരീസിലൂടെ PHP ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ ലളിതമായി എളുപ്പത്തിൽ നമുക്ക് ഈ സീരീസിലൂടെ PHP പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ വേരിയബിൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വേരിയബിൾസും ഓപ്പറേറ്റേഴ്സും ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് നിങ്ങളുടെ കയ്യിൽ സബ്ലിം ടെക്സ്റ്റോ അല്ലെങ്കിൽ എക്സാമ്പോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ചെക്ക് ചെയ്ത് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കി വയ്ക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം സബ്ലിം ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നിങ്ങളുടെ ഫോൾഡർ ഏതാണോ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. നമ്മൾ എക്സാമ്പിനകത്താണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിനകത്ത് HD ഡോക്സിനകത്താണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ HD ഡോക്സിനകത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഫോൾഡർ. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ ഫയൽസും സേവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ ഫയൽ കിട്ടും. അവിടെ നമുക്ക് ന്യൂ ഫയൽ സേവ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഫയൽ സേവ് ചെയ്യുന്ന സമയത്തും PHPക്കകത്ത് അത് .php എക്സ്റ്റൻഷൻ വെച്ച് വേണം സേവ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞൊരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വേരിയബിളിന്റെ എക്സ്റ്റൻഷനായി .php നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ വേരിയബിൾ .php എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹലോ വേൾഡ് പ്രോഗ്രാം പ്രിന്റ് ചെയ്ത് കാണിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് PHPയിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ PHP ടാഗ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ PHP ടാഗ് ക്ലോസ് ചെയ്യണം. ഇങ്ങനെയാണ് PHP ടാഗ് ഓപ്പണും ക്ലോസും ചെയ്യുന്നത്. ഇതിന് നടുവിലായിട്ടാണ്, ഇതിന് ബിറ്റ്വീനിലായിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രോഗ്രാമിന്റെ കോഡ് എഴുതാൻ പോകുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഹലോ വേൾഡ് എങ്ങനെ PHPയിൽ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. അത് നമ്മൾ എക്കോയാണ് കൊടുക്കേണ്ടത്. എക്കോയ്ക്കകത്ത് നമ്മൾ എന്ത് കൊടുത്താലും അത് പ്രിന്റ് ആയിട്ട് വരും. നമ്മളിപ്പോൾ എക്കോയ്ക്കകത്ത് ഹലോ വേൾഡ് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ആ ഫയൽ നമ്മൾ സേവ് ചെയ്തു. ഇനി ഇതെങ്ങനെ നമ്മൾ റൺ ചെയ്യാൻ നോക്കാം. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോക്കൽ ഹോസ്റ്റിനകത്ത് ക്രോമിനകത്ത് ലോക്കൽ ഹോസ്റ്റ് / നമ്മുടെ ഫോൾഡർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഫോൾഡർ വരും. ഓക്കെ, അതിനകത്ത് നമ്മുടെ ഫയൽ കാണും. ഓക്കെ, ഇതാ variable.php എന്നുള്ള ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എക്കോയ്ക്കകത്ത് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും അത് പ്രിന്റായി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹലോ വേൾഡ്. ഇനി നമുക്ക് വേരിയബിൾ എന്താണെന്ന് നോക്കാം. വേരിയബിൾ എന്ന് വെച്ചാൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. വേരിയബിൾ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡോളർ സിമ്പിൾ വെച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ $ABC ഞാൻ കൊടുത്തിട്ടുണ്ട് അസൈൻ. അതിലേക്ക് ഞാൻ ഒരു വാല്യൂ അസൈൻ ചെയ്യുകയാണ്. അതൊരു സ്ട്രിംഗ് വാല്യൂ, എന്ത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഹലോ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ $ABC എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് ഹലോ എന്ന് പറയുന്നൊരു വാല്യൂ ഞാനിപ്പോൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എക്കോയ്ക്കകത്ത് ഈ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വേരിയബിൾ കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ $ABC എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഹലോ എന്ന് പറയുന്നൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ആ വേരിയബിളിനെ പ്രിന്റ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് സേവ് കൊടുത്തു. അതിനുശേഷം നമ്മളിത് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഹലോ എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വേരിയബിൾ. ഇത് വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റ ടൈപ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഈ വേരിയബിളിലോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിൻ്റെ
സ്വഭാവം വെച്ച് ക്യാരക്ടർ അനുസരിച്ചിട്ട് അത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തരംതിരിക്കാം. അതിൽ മെയിൻലി വരുന്ന 3 തരം ഡാറ്റ ടൈപ്സ് ആണ്. ഒന്ന് സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഹലോ, ഹായ് എന്ന് പോലുള്ള വേർഡുകളാണ് സ്ട്രിംഗിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ ആണെങ്കിൽ 1, 2, 3 അതുപോലുള്ള നമ്പേഴ്സ് ആണ് ഇൻറ്റീജറിൽ വരുന്നത്. മൂന്നാമത്തേത് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പോയിന്റ് വാല്യൂസ് 1.5, 2.5 അതുപോലുള്ള വാല്യൂസ് ആണ് ഫ്ലോട്ടിൽ വരുന്നത്. ഓക്കെ, നമുക്കത് വൺ ബൈ വൺ ആയിട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ $C എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്ത് ഒഴിച്ചു. ഓക്കെ, നമുക്കിത് എക്കോയ്ക്കകത്ത് $C പ്രിന്റ് ചെയ്ത് നോക്കാം. ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല ഇനി. ഞാനിവിടെ സേവ് കൊടുത്തു. ഇതുപോലെ തന്നെ ഇതൊന്ന് റിഫ്രഷ് ചെയ്തു. ഇത് കണ്ടില്ലേ, 10 എന്നുള്ള വാല്യൂ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വേരിയബിളിൽ ഇൻറ്റീജറും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു ഫ്ലോട്ട് വാല്യൂ കൂടി വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ഞാൻ $D എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് 2.5 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ അസൈൻ ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ ഞാൻ എക്കോക്കകത്ത് എക്കോയ്ക്കകത്ത് $D പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്യാം. കണ്ടില്ലേ, നമുക്ക് അതേപോലെ തന്നെ ഫ്ലോട്ട് നമ്പേഴ്സും പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു സ്ട്രിംഗ് വാല്യൂ കൂടി ഇക്കോ ചെയ്യിപ്പിക്കാം. നമ്മൾ നേരത്തെ സ്ട്രിംഗ് വാല്യൂ ഇക്കോ ചെയ്യിപ്പിച്ചതാണ് ഹലോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഒന്നുകൂടി നമുക്കത് നോക്കാം. ഞാനിവിടെ $A എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ ഹലോ എന്ന് പറയുന്ന ഹായ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രിങ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നത് അത് എപ്പോഴും ഒരു ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. ഇനി ഞാൻ എക്കോയ്ക്കകത്ത് A എന്ന് പറയുന്ന വേരിയബിൾ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. $A. കണ്ടില്ലേ, ഹായ് എന്ന് പറയുന്ന സ്ട്രിംഗ് വാല്യൂ ഇവിടെ പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വേരിയബിൾസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് വേരിയബിൾസ് എന്ന് വെച്ചാൽ നമ്മളൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റാസിൻ്റെ, അതായത് വാല്യൂസിൻ്റെ സ്വഭാവം, ക്യാരക്ടർ അനുസരിച്ചിട്ട് 3 തരത്തിലാണ് മെയിൻലി വേരിയബിൾസ് ഉള്ളത്. അതിനെയാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അതിൽ മെയിൻലി വരുന്നത് ഒന്ന് സ്ട്രിംഗ് ആണ്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ്. പിന്നെ വരുന്നത് ഫ്ലോട്ട് ആണ്. പിന്നെ വരുന്നത് ഇൻറ്റീജർ ആണ്. സ്ട്രിംഗ് എന്ന് വെച്ചാൽ വേർഡ് ആണ്, ഹായ് ഹലോ പോലുള്ള വേർഡ്സ് ആണ്. ഫ്ലോട്ടിലാണേൽ ഡെസിമൽസ് ആയിരിക്കും, അതായത് 1.2, 2.3 അതുപോലുള്ള പോയിന്റ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഇനി ഇൻറ്റീജറിലാണെങ്കിൽ 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പം നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാം, അതായത് 1+2 അല്ലെങ്കിൽ 2+3 അല്ലെങ്കിൽ 2 വേരിയബിൾസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, നമുക്ക് PHPയിൽ എങ്ങനെയാണ് ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ $A എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ടേക്ക് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ $B എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ടേക്ക് ഞാൻ 20 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് $Aയുടെയും $Bയുടെയും അഡീഷൻ ചെയ്യണം. ഓക്കെ, അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ $A പ്ലസ് $B എന്ന് കൊടുത്തു. ഈ വാല്യൂസിനെ ഞാൻ വേറൊരു വേരിയബിളിലോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് പോകുന്നുള്ളത്.
ഡോളർ സി എന്ന് പറയുന്ന ഒരു വേരിയബിളൊട്ടേക്ക് ഞാൻ ഈ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി എനിക്ക് ഡോളർ സി പ്രിൻ്റ് ചെയ്ത് കിട്ടിയാൽ മതി. അതിനു വേണ്ടി എക്കോയ്ക്കകത്ത് ഡോളർ സി കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, 30 എന്ന വാല്യൂ കിട്ടി. ഇവിടെ ആഡ് ചെയ്തു, അതായത് A+B എന്നുള്ള അഡീഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഡോളർ കെക്കകത്ത് 10ഉം ഡോളർ പിക്കകത്ത് 20ഉം ഉണ്ട്, സൈനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് രണ്ട് നമ്മൾ ആഡ് ചെയ്ത് ആ വാല്യൂ നമ്മൾ ഡോളർ സി എന്ന് പറയുന്ന ഒരു വേരിയബിളോട്ടേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. അതിനുശേഷം എക്കകത്ത് ഡോളർ സി കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ഡോളർ സി ഉള്ള വാല്യൂ പ്രിൻ്റായി കിട്ടി. ഇതാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു സബ്സ്ട്രാക്ഷൻ്റെ ഒരു പ്രോഗ്രാം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് എ പ്ലസ് ബിക്ക് പകരം എ മൈനസ് ബി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സേവ് ചെയ്ത് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, -10 വന്നിട്ടുണ്ട്, അതായത് അവിടെ ആ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.